ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു തക്കാളിക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാവുന്നതാണ്. ഇതിനോടൊപ്പം ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. 2 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയാണ്, ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. വെളുത്തുള്ളി അല്ലി ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി അല്ലിയുടെ ഒരു കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി വരട്ടെ. എന്നാൽ ഇപ്പോൾ ചെറുതായിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ കളർ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു 15 ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വട്ടത്തിലോ നീളത്തിലോ ഒന്ന് അരിഞ്ഞെടുക്കാവുന്നതാണ്. അരിഞ്ഞെടുത്ത ചെറിയുള്ളിയും കൂടി ചേർക്കാം. എപ്പോഴും ചെറിയ ഉള്ളിയിൽ നമ്മൾ ഈ തക്കാളിക്കറി തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ രുചികരം. അതല്ല നമ്മുടെ അടുത്ത് ചെറിയ ഉള്ളിയില്ല, സവാളയാണ് ഉള്ളതെങ്കിൽ അത്യാവശ്യം വലിയ സവാളയിൽ ഒരു സവാള ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ചെറിയുള്ളിയെല്ലാം നല്ലതുപോലെ ഒന്ന് വഴണ്ട് കിട്ടട്ടെ. ഒരു അല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ ചെറിയുള്ളിയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊരു കളറ് മാറുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേജാണ്. ഇപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് 2 വറ്റൽമുളകും കൂടെ ഒരു അല്പം കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി വീണ്ടും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കറിവേപ്പിലേക്ക് ഇതുപോലെ ലൈറ്റായിട്ട് ഒന്ന് പൊട്ടി തുടങ്ങും. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊട്ടി തുടങ്ങുന്ന സ്റ്റേജ് ആകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിക്കൂട്ടാണ്. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് തക്കാളിയാണ്. മീഡിയം സൈസ് വലിപ്പത്തിനുള്ള ഒരു 4 തക്കാളി ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി ചേർക്കാം. തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 5 തക്കാളി വരെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ നിറയാണ് ചേർക്കുന്നത്. കശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ കളറ് കൂടുതലായിരിക്കും, കുറച്ച് എരിവ് കുറവായിട്ടുണ്ടാവും. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നിറയെ ചേർത്ത് കൊടുത്താൽ മതിയാവും. 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ ചേർക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല പൊടിച്ചതും കൂടി ആവശ്യമായിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പാണ്. ഒരു 7 8 അണ്ടിപ്പരിപ്പും കൂടി ചേർക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് നമ്മൾ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും കേട്ടോ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് അരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മാത്രം അല്പം വെള്ളം ചേർക്കാവുന്നതാണ്. നല്ല സ്മൂത്തായിട്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കൂട്ട് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. മിക്സിയുടെ ജാറിലേക്ക് തന്നെ 1 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് അതും കൂടി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും ചേർത്ത് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു 10 മിനിറ്റ് ലോയ്ക്ക് മീഡിയം ഫ്ലെയിമിന് ഇടയ്ക്ക് വെച്ച് നന്നായിട്ട് ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ ആ തക്കാളിയുടെ ഒരു പച്ച ടേസ്റ്റ്, മസാലയുടെ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ മാറിയിട്ട് നല്ല സൂപ്പറായിട്ട് കറി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഒരു 10 മിനിറ്റ് തന്നെ നമ്മൾ അങ്ങനെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. കുറഞ്ഞ ഫ്ലെയിമിൽ ഇത് ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ചേർത്ത ഒരു എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം മല്ലിയില ചേർക്കാം. ഇനി ഇതിനോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര ചേർക്കുമ്പോൾ ആ പുളിയും എരിവും ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ബാലൻസ് ആവും കേട്ടോ. ഇനി ഇത് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് നല്ല സൂപ്പറായിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ എന്തുമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഭയങ്കര ഒരു ക്രീമി ടെക്സ്ചറിലാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. ഞാൻ പറഞ്ഞതുപോലെ എന്തിൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ഉറപ്പായിട്ടും ഇതുപോലൊരു തക്കാളിക്കറി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.